ഇന്നത്തെ വചനചിന്ത കെണിയിൽ പെടാതിരിപ്പാൻ ദൈവകൃപ ആവശ്യമാണ്. എക്സിമോക്കൾ ചെന്നായ്ക്കളെ പിടിച്ചിരുന്നത് വളരെ കൗശലപൂർവ്വമാണ്. തണുത്തുറഞ്ഞ മഞ്ഞു മൂടിയ പ്രദേശങ്ങൾ താമസിക്കുന്ന മനുഷ്യർക്ക് ചെന്നായ്ക്കളുടെ ചർമ്മവും രോമവും കൊണ്ടുള്ള വസ്ത്രങ്ങൾ ആവശ്യമാണ്. ചെന്നായ്ക്കളുടെ മാംസവും അവർ തിന്നുകയും ചെയ്യും. ചീറിപ്പാഞ്ഞു വരുന്ന ചെന്നായ്ക്കളെ ഓടിച്ചു പിടിക്കുവാൻ സാധ്യമല്ല. എന്നാൽ അവർ ഒരു ബുദ്ധി ഉപയോഗിച്ചിരുന്നു. മൂർച്ചയുള്ള വലിയ കത്തികൾ രക്തത്തിൽ മുക്കി ചെന്നായ്ക്കൾ വരുന്ന മാർഗങ്ങളിൽ വയ്ക്കുന്നു. തണുത്തുറഞ്ഞ ആർട്ടിക് പ്രദേശത്തിൽ രക്തം പെട്ടെന്ന് കട്ട പിടിക്കും. വീണ്ടും വീണ്ടും കത്തിയിൽ രക്തം ഒഴിച്ചുകൊണ്ടേയിരിക്കും. കത്തിയുടെ മൂർച്ചയുള്ള ഭാഗം രക്തം കൊണ്ട് മറയുന്നു. രാത്രിയിൽ മഞ്ഞു വീഴുന്ന തണുപ്പിൽ മഞ്ഞിലൂടെ രക്തക്കൊതിയന്മാരായ ചെന്നായ്ക്കൾ ഇത്തരത്തിൽ തയ്യാറാക്കിയ കുടുക്കിൽ ആർത്തിയോടെ വന്നെത്തുന്നു. അവർക്ക് ലഭിക്കുന്ന രക്തം അവർ ആർത്തിയോടെ നക്കി കുടിക്കുന്നു. രക്തത്തോടുള്ള അത്യാർത്തിയും തണുപ്പും പാതിരാത്രിയുള്ള ഇരുളുമൊക്കെ കൂടിച്ചേരുമ്പോൾ അത് ചെന്നായ്ക്കൾക്ക് ഒരു വിരുന്നായിത്തീരുന്നു. എന്നാൽ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അവർ പോലും അറിയാതെ കത്തിയുടെ മൂർച്ചയുള്ള ഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തം അവരുടെ നാക്കും മുഖവും ഉപയോഗിച്ച് നക്കി കുടിക്കുന്നു. ആർത്തിയോടെ വരുന്ന രക്തം സ്വന്തം രക്തമാണോ കത്തിയുള്ള രക്തമാണോ എന്നൊന്നും അറിയാതെ ആ സദ്യ ആസ്വദിക്കുന്നു. ആ സമയം അവയുടെ മുഖം ആർട്ടിക്കിലെ കഠിനമേറിയ തണുപ്പിൽ തണുത്തുറയുന്നു. ഇതൊരു അപകടം പിടിച്ച അവസ്ഥയാണ്. സ്വന്തം മുഖം മുറിഞ്ഞു രക്തം വരുന്നത് അറിയാതെ ചെന്നായ്ക്കൾ തനിക്ക് സംഭവിച്ചിരിക്കുന്ന അപായം മനസ്സിലാക്കാതെ അതിൽ രസിക്കുന്ന അവസ്ഥ. ക്രമേണ ചെന്നായ്ക്കൾ രക്തം വാർന്നൊലിച്ച് അവിടെ ചത്തു വീഴുകയാണ്. കൂർമ്മബുദ്ധിക്കാരായ ചെന്നായ്ക്കൾ എക്സിമോക്കളുടെ കുടുക്കുകളിൽ ജീവിതത്തെ അവസാനിപ്പിക്കുകയാണ്. ചെന്നായ്ക്കളുടെ ബുദ്ധി ഇവിടെ അവസാനിക്കുന്നത് മറ്റുള്ളവരുടെ ചോര കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ അവസ്ഥയും ഇപ്രകാരം തന്നെയായിരിക്കും. അവർ ഒരിക്കലും അറിയുന്നില്ല അവർ കയറ്റിവിടുന്ന വിദ്വേഷവും വെറുപ്പും അവരുടെ തന്നെ കെണിയാകുമെന്ന്. മറ്റുള്ളവരുടെ തകർച്ച കണ്ടാസ്വദിക്കുവാൻ ചിലർക്ക് രസമാണ്. എന്നാൽ മറ്റുള്ളവർ തകരുന്നത് നോക്കി നിൽക്കുമ്പോൾ ആഹാരത്തിൽ നശിക്കുന്നത് അവർ തന്നെയാണ്. വികൃതമാകുന്നത് അവരുടെ മുഖമാണ്. അവരുടെ അസൂയയും പ്രതികാരവും ശകാരവും പദ്ധതികളും കഴുകുമരമെല്ലാം അവരിലേക്ക് തന്നെ ഒരു നാൾ മടങ്ങും. അവർ വലിച്ചു കുടിക്കുന്ന മട്ട് തന്നെ അവരെ കൊല്ലുന്ന വിഷമായി പരിണമിക്കുന്നു. നമ്മുടെ തന്നെ സ്വഭാവങ്ങളും തെറ്റുകളുമെല്ലാം നമ്മെ നശിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ജഡിക സ്വഭാവം അല്പസമയത്തേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതിനു പകരം കൊടുക്കുന്നത് ഒരുപക്ഷെ സ്വന്തം ജീവൻ തന്നെയാകാം. ബുദ്ധി മാത്രം പോരാ, നമ്മുടെ ഹൃദയം നന്നാകണം, ലക്ഷ്യങ്ങൾ നന്നാകണം, മാർഗം ശുദ്ധിയുള്ളതാകണം. ഹൃദയ പരിശുദ്ധി കളങ്കപ്പെടാതെ നോക്കണം. കെണികളിൽ പെടാതെ സൂക്ഷിക്കുവാൻ ദൈവകൃപ വളരെ ആവശ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 6-ാം അധ്യായം 10 മുതലുള്ള തിരുവചനത്തിൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഈ നാളുകളിൽ പിശാചൊരുക്കുന്ന കെണികളിൽ വീഴാതെ ആത്മാവിൽ മുന്നോട്ടുള്ള കുഴികളെ തിരിച്ചറിഞ്ഞ് ദൈവകൃപയിൽ മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.